ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് MDSൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം ഇതായിരുന്നു, ഞാൻ MDSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അധികമൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഒരു നവംബർ ലാസ്റ്റ് ഡിസംബർ ഒരു ഫസ്റ്റ് വീക്ക് അപ്പോഴൊക്കെയാണ് പഠിക്കാൻ തുടങ്ങിയത് തന്നെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാൻ 31 എക്സാമാണ്, MDS എക്സാം ആണെന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഒരു മാസം കൊണ്ട് എന്താവാനെന്നൊക്കെ വിചാരിച്ച് കുറച്ചൊന്ന് ലാഗ് അടിച്ചു. പിന്നെ ഓക്കെ എക്സാം മാറ്റി വെച്ചെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കറിയില്ല ഞാൻ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്ത് എഴുതിയെന്നുള്ളത്. അപ്പോൾ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനും എക്സൈറ്റ്മെൻറ്റും എന്തൊക്കെയോ ആണ്. എന്തായാലും റിസൾട്ട് നോക്കി. ഞാൻ ഇതുവരെ റിസൾട്ട് നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ നോക്കാൻ പോകുന്നേ ഉള്ളൂ. നല്ല ടെൻഷനുണ്ട്. ഭയങ്കര എക്സ്പെക്റ്റേഷനൊന്നും ഇല്ല. എന്നാലും ഞാനൊരു 400 എബോവ് ആണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. എന്താണെന്ന് അറിയത്തില്ല, നോക്കാം. നോക്കിയിട്ട് കാണുന്നില്ല, ടെൻഷൻ കൊണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ മാർക്ക് വന്നിട്ട് 432 ആണ് മാർക്സ്. റാങ്ക് വന്നിട്ട് 5592 ആണ്. എന്താ പറയുക, ആ ഒരു ഷോർട്ട് പീരീഡിൽ ഇത്രയും വാങ്ങിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ എന്തായാലും 400 എബോവ് ആയിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്, മാർക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. എന്തായാലും എൻ്റെ എക്സ്പെക്റ്റേഷൻ തെറ്റി. പക്ഷേ എൻ്റെ മാർക്സ് എത്രയാണെങ്കിലും ഈ ഒരു എക്സാമിനെന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു എക്സാമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് എക്സാം എഴുതിയപ്പോൾ ഈ കൊറോണ സമയത്തായിരുന്നു ലാസ്റ്റായിട്ട് MDS എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കല്യാണമായിരുന്നു. കല്യാണം വന്നത് കാരണം കൊറോണ ആയത് കാരണം എനിക്ക് എൻ്റെ എക്സാം പോസ്റ്റ്പോൺ ചെയ്തു, പ്രീപോൺ ചെയ്തു. അങ്ങനെ കുറേ പ്രാവശ്യം പോസ്റ്റ്പോണ്ടും പ്രീപോണ്ടും ചെയ്തിട്ട് എൻ്റെ കല്യാണം ആ സമയത്ത് ഫിക്സായി. അതേപോലെ കല്യാണവും എക്സാം ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ്പോണ്ടും പ്രീപോണ്ടും ചെയ്ത് ലാസ്റ്റ് എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് എക്സാമിൻ്റെ ഡേറ്റ് വീണ്ടും മാറ്റി വെച്ചത്. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞൊരു 1 മന്തോ 2 മന്തോ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴായിരുന്നു ആ പ്രാവശ്യത്തെ എക്സാം വന്നത്. അപ്പോൾ പിന്നെ ഊഹിക്കാമല്ലോ, എക്സാം ഞാൻ ഒരു വർഷം കഷ്ടപ്പെട്ടിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാം എഴുതുന്നതായിരുന്നു. പക്ഷേ അങ്ങനെ കുറേ കല്യാണം അത് എല്ലാം കൂടെ ആയിട്ട് എൻ്റെ ആ എക്സാം നല്ല രീതിയിൽ കോളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ എക്സാം കഴിഞ്ഞ ശേഷം പിന്നെ ആഫ്റ്റർ മാരീഡ് ലൈഫിലോട്ട് എൻ്റർ ചെയ്തു. പിന്നെ ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഒരിക്കലും എനിക്ക് വീണ്ടും MDSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു എക്സാം എനിക്ക് വീണ്ടും എഴുതാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതേ ആയിരുന്നില്ല. എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു വലിയൊരു ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു MDS എക്സാം എഴുതണം, MDSന് കയറണം, ഗവൺമെൻറ് സീറ്റിൽ തന്നെ കയറണം എന്നൊക്കെയുള്ള എൻ്റെ ഭയങ്കര ഡ്രീം ആയിരുന്നു. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഡ്രീം എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചതായിരുന്നു. ഇനി എനിക്ക് ഒരിക്കലും എക്സാം എഴുതാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് MDS എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയതായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ ആ എക്സാം എഴുതിയെന്ന് പറയുന്നത് തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ എക്സാം എടുക്കുന്നത്. ഈ എക്സാമിൻ്റെ ഞാൻ എൻ്റെ മനസ്സിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു എക്സാമിന് എൻ്റെ മാർക്ക് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഞാനത് എനിക്കൊരു മോട്ടിവേഷനായിട്ട് ഞാൻ എടുക്കുകയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കുന്നുണ്ട് ഇത്രയും കാലം ഞാൻ എവിടെ പോയിക്കുന്നു, ലാസ്റ്റ് മിനിറ്റ് വരെ പഠിക്കാതിരിക്കാനായിട്ട് ഇത്രയും കാലം ബോധമില്ലായിരുന്നു, ഇങ്ങനെ ഒരു എക്സാം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ബോധമില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ആക്ച്വലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സാം എഴുതാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. MDS എക്സാം എന്ന് പറഞ്ഞൊരു ഇത് എൻ്റെ മൈൻഡിലേ ഇല്ലായിരുന്നു. ഇനി MDSന് കയറാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം പോലും എൻ്റെ മൈൻഡിലില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ PSC എക്സാമിന് ഡെൻ്റൽ PSC ആഫ്റ്റർ 5 ഇയേഴ്സ് ഞങ്ങളുടെ ഡെൻ്റൽ PSC ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ PSC എക്സാമിൻ്റെ കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം എൻ്റെ ബ്രദർ എന്ന് പറയാനാണ്. കാരണം എന്താ പറയുക, എൻ്റെ ബ്രദറിനെ പോലെ ശരിക്കും എൻ്റെ ബ്രദറായിട്ട് കൂടെ നിന്ന് എൻ്റെ എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു എൻ്റെ ഫ്രണ്ടാണ്. അവൻ കാരണമാണ് ഞാനിപ്പം ഈ എക്സാം എഴുതണം എന്ന് തന്നെ വിചാരിച്ചത്. താങ്ക്സ് ലോട്ട്. നമ്മുടെ ആ ഒരു 10 മിനിറ്റ്സ് ടോക്ക് അതില്ലായിരുന്നെങ്കിൽ
സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു ഡ്രീമായിട്ട് ഇപ്പോഴും എൻ്റെ ലൈഫിൽ അങ്ങനെ പോയേനെ. അപ്പോൾ ഞങ്ങൾ ഈ PSCയുടെ കാര്യം ഒരു ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ PSC എക്സാം എഴുതുന്ന കാര്യം, അപ്ലൈ ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്തപ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മോട്ടിവേഷനാണോ എന്താണെന്ന് എനിക്കറിയില്ല, എവിടെയോ ഒരു എന്താ അണഞ്ഞു കിടന്ന ഒരു തീ ഇങ്ങനെ സ്പാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്നു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെയാണ് ഞാൻ എക്സാം എഴുതണം എന്ന് വിചാരിച്ചത്. അതും ഞാൻ PSCക്കും PSC അന്ന് December 5 വരെ എങ്ങാണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അപ്പം ആ ഒരു ടൈം പീരീഡിൽ ഞാൻ PSC എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് പിന്നെയും എൻ്റെ മൈൻഡിൽ എങ്ങനെ എന്താ ഒരു കോച്ചിങ്ങിന് ചേരണോ, എന്നെ കൂടെ പഠിക്കാൻ പറ്റുമോ, എനിക്ക് എന്തായാലും ജോബ് കളഞ്ഞിട്ട് എനിക്ക് പഠിത്തം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോഴൊക്കെ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയ ഒരു ടൈം പീരീഡ് ആയിരുന്നു. അതുപോലെ എൻ്റെ ഫാമിലിയും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എക്സാമിൻ്റെ ഒരു ലാസ്റ്റ് ടൈമൊക്കെ ഞാനൊരു 9 to 10 hours ഒക്കെ ഞാൻ പഠിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത് എൻ്റെ വർക്ക്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലിയാണ്. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നിന്നോടാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ടൈം പീരീഡിലായിരുന്നു ഞാൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു നവംബർ ആ ഒരു ടൈമിലായിരുന്നു, നവംബർ ലാസ്റ്റായി, December 1 പഠിക്കണമെന്നുള്ളൊരു ഒരു ബോധം എൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ വന്നത്. കുറേ നാളായി ബുക്ക് കൈകൊണ്ട് എടുത്തിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. ആദ്യമൊക്കെ എനിക്കൊരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയിരുന്നു ആകെ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, കാരണം വീണ്ടും ആ ഒരു ഇതിലോട്ട് വരണമല്ലോ. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഈ ഒരു 9 to 10 hours എന്നുള്ളൊരു ഇതിലോട്ട് വരാൻ ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിലോട്ട് എത്തി. കാരണം MDSന് ഇരിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ എൻ്റെ മൈൻഡിൽ തന്നെ, എനിക്കറിയില്ല, അതിന് മുന്നേ ഞാൻ ഒരു മെഡിക്കൽ ഓഫീസറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തിനാ ഇങ്ങനെ ഈ ഡോക്ടറായിട്ട് എന്തിനാ ഈ ജോലിക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ ചോദിക്കുമ്പം ഫീൽഡ് വിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഈ ഒരു ഡ്രീം ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യേണ്ടത് എനിക്കറിയില്ല. എനിക്കപ്പോൾ ജോബ് വിട്ടിട്ട് എനിക്ക് പഠിത്തമെന്ന് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം എൻ്റെ ഡ്രീം എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും എൻ്റെ ബുക്സ് കാണുമ്പോൾ, ഞാൻ എഴുതിയ നോട്ട്സ് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ ഒരു സങ്കടം വരും. അയ്യോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണല്ലോ, ഞാൻ ഇത്രയും പലപ്പോഴും എനിക്കിങ്ങനെ ചുമ്മാ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ എൻ്റെ നോട്ട്സും ബുക്സൊക്കെ കാണുമ്പം എൻ്റെ മനസ്സിൽ ആ ഒരു വിഷമം തോന്നുമെങ്കിലും ഞാൻ ആരുടെ ഞാൻ ഷെയർ ചെയ്യത്തില്ല. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നിനക്കെന്താ എന്തെങ്കിലും കുറ്റപ്പെടുത്തുന്ന രീതിക്ക് എന്തെങ്കിലും സംസാരിച്ചാൽ എനിക്ക് കൂടുതൽ ഹേർട്ടാവും, അല്ലെങ്കിൽ എനിക്കറിയില്ല, ആരോടും എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നിയിട്ടില്ല. അപ്പം എനിക്കിങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഒരു വിഷമം ഇങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ അതൊക്കെ മാറി എൻ്റെ മൈൻഡിൽ ഞാൻ ശരിക്കുള്ള ഹാപ്പിനെസ് ഞാൻ ഫീൽ ചെയ്യാൻ തുടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MDSന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും ഹാപ്പിനെസ് ഞാൻ ഫീൽ ചെയ്ത് തുടങ്ങിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സാമിന് എനിക്ക് ഇത്രയും മാർക്ക് വാങ്ങിക്കാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു കാര്യമാണ്. കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും കാലം ഞാൻ എന്തായിരുന്നു മിസ് ചെയ്തിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പോലും ഞാൻ ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ ഓക്കെ, കുറേ ഈ വീഡിയോയിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഹാപ്പിയും ഭയങ്കര ടെൻഷനും ഒക്കെ ആയിരുന്നു. അതിൻ്റേതായ എല്ലാ കുറവുകളും കാണും. ഐ എം സോറി. ഓക്കെ, ശരി. അപ്പോൾ ഞാനൊന്ന് കാമായിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.